All about casein protein. What are my thoughts on it? First of all, casein and whey protein അത് രണ്ടും സെയിം അല്ല. They are two different things. They are two types of protein that we get from milk. ഒരു പ്രോട്ടീൻ ചെയിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി സ്ട്രക്ചർ ഉണ്ടാവും. പ്രൈമറി സ്ട്രക്ചർ മീൻസ് മൾട്ടിപ്പിൾ അമൈനോ ആസിഡ്സ് ഒരു പെപ്റ്റൈഡ് ലിങ്ക് വെച്ച് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ. ആ അമൈനോ ആസിഡ്സിന്റെ സീക്വൻസിനെയാണ് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. സെക്കൻഡറി ടേർഷ്യറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആ ഒരു പോളിപെപ്റ്റൈഡ് ചെയിന്റെ 3D അറേഞ്ച്മെന്റ് ആണ്. സ്പേസിൽ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു, ഒരു എൻറ്റയർ പോളിപെപ്റ്റൈഡ് ചെയിൻ ഏത് ഷേപ്പിലാണ്, ഹെലിക്കലാണോ, ഷീറ്റ് ലൈക്ക് സ്ട്രക്ചർ ആണോ. കേസീൻ പ്രോട്ടീന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് സെക്കൻഡറി ടേർഷ്യറി സ്ട്രക്ചർ കാര്യമായിട്ട് ഉണ്ടാവില്ല. കുറച്ചും കൂടെ ഡിസോർഡേഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിന് കാരണം പ്രോലീൻ എന്ന് പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡ്സിന്റെ കൂടുതലായിട്ടുള്ള പ്രസൻസ് ഇൻ ദാറ്റ് പോളിപെപ്റ്റൈഡ് ചെയിൻ. കാരണം പ്രോലീന്റെ സ്ട്രക്ചർ നോക്കിയാൽ അറിയാം, ഇറ്റ് ഇസ് ലെസ് flexible compared to other amino acids. Another reason for this is that they lack enough disulfide bonds. ഈ ഡൈസൾഫൈഡ് ബോൺസ് ആണ് ആ ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ആ ഒരു ഷേപ്പ് ഹോൾഡ് ചെയ്യാൻ സഹായിക്കുന്നത്. കേസീൻ പ്രോട്ടീൻ ഒരു മിസെല്ല ലൈക്ക് സ്ട്രക്ചർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ വലിയ മിസെല്ല ലൈക്ക് സ്ട്രക്ചറിന്റെ പുറത്ത് ഹെയർ ലൈക്ക് സ്ട്രക്ചർ നിൽക്കുന്നതായിട്ട് കാണാം. ഇത് കാപ്പ കേസീൻ പ്രോട്ടീൻ ആണ്, which is a type of casein protein. These hair-like structures are actually charged. They are negatively charged. They are polar. മിസെല്ലേഴ്സിന്റെ പുറത്തുള്ള നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഒരു ലെയർ കാരണം ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ആയിട്ടുള്ള ഫോഴ്സ് ഉണ്ടാവും. ഈ ഫോഴ്സ് ആണ് മിസെല്ലേഴ്സിനെ പരസ്പരം കുറച്ച് ദൂരത്ത് വെക്കുന്നത്. ഈ കേസീൻ പ്രോട്ടീൻ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ വയറ്റിലെ സ്റ്റൊമക് ആസിഡ് കാരണം ഹൈഡ്രജൻ അയോൺസിന്റെ പോസിറ്റീവ്ലി ചാർജ്ഡ് ഹൈഡ്രജൻ അയോൺസിന്റെ അവൈലബിലിറ്റി കൂടും. ഈ ഹൈഡ്രജൻ അയോൺസ് നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള മിസെല്ലേഴ്സിനെ ന്യൂട്രൽ ആക്കാൻ ശ്രമിക്കും. സോ ന്യൂട്രൽ ആകുമ്പോൾ ഈ മിസെല്ലേഴ്സ് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ആയിട്ടുള്ള ഫോഴ്സ് ക്യാൻസൽ ഔട്ട് ആയി പോവാണ്. ഇത് കാരണം കൂടുതൽ മിസെല്ലേഴ്സ് എല്ലാം എഗ്രഗേറ്റ് ആയിട്ട് കൂടിച്ചേർന്ന് ഒരു ജെൽ ടൈപ്പ് സ്ട്രക്ചർ ആയിട്ട് മാറും. ഇതിനെ നമ്മൾ കൊയാഗുലേഷൻ എന്നൊക്കെ പറയും. കേസീൻ മിസെല്ലേഴ്സ് എല്ലാം കൂടിച്ചേർന്ന് ഒരു എഗ്രഗേറ്റഡ് ആയിട്ടുള്ള ജെൽ ടൈപ്പ് സ്ട്രക്ചർ ആയിട്ട് മാറുമ്പോൾ എൻസൈംസിന്റെ ആക്ടിവിറ്റി കുറച്ച് സ്ലോവർ റേറ്റിലാണ് നടക്കുള്ളൂ. കാരണം എൻസൈംസിന് ഈ പുറത്തുള്ള ലെയർ ഓഫ് അമിനോ ആസിഡ്സിനെയാണ് ആദ്യം ആക്സസ് ചെയ്യാൻ പറ്റുക. ഡീപ്പ് വിത്തിൻ ഉള്ള അമിനോ ആസിഡ്സിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും. ഇതുകൊണ്ടാണ് കേസീൻ പ്രോട്ടീൻ സ്ലോ റിലീസിങ്, സ്ലോ ഡൈജസ്റ്റിംഗ് ആണ് എന്നൊക്കെ പറയുന്നത്. ഇതിന്റെ യൂട്ടിലിറ്റി എനിക്ക് തോന്നുന്നു, ഒരാൾ ഫാസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ പോവാണ്, അല്ലെങ്കിൽ ബെഡ് ടൈമിന് മുൻപൊക്കെ ആയിട്ട് നമ്മൾ കേസീൻ പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റഡി ഫ്ലോ ഓഫ് അമിനോ ആസിഡ്സ് നമ്മുടെ ബോഡിയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താം. സോ ഡു ഐ റെക്കമെൻഡ് ഇറ്റ്? ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. നിങ്ങളുടെ ഡെയിലി പ്രോട്ടീൻ ഇൻടേക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്, ആ പ്രോട്ടീൻ ഇൻടേക്ക് ഈവൻലി സ്പ്രെഡ് ത്രൂ ഔട്ട് ദ ഡേ ആണെങ്കിൽ യു ഷുഡ് ബി ഫൈൻ. സോ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ്. നിങ്ങൾക്ക് ഇത് എടുത്തില്ലെങ്കിലും സുഖമായിട്ട് നിങ്ങൾക്ക് ഗെയിൻസ് ഉണ്ടാക്കാൻ പറ്റും. ബട്ട് ഇഫ് യു ക്യാൻ അഫോർഡ് ഇറ്റ്, go ahead, get them, have it before bed, get that tiny bit of edge.